ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഭാഗം, കനാൻകാരി സ്ത്രീ തൻ്റെ മകളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ പക്കലേക്ക് ഓടിയെത്തുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുക. ഈശോ ഇങ്ങനെ വഴിയരികിലൂടെ ഈശോയും ശിഷ്യന്മാരും നടന്നു പോകുന്നു. അപ്പോഴൊരു കനാൻകാരി സ്ത്രീ ഓടി വരികയാണ്, എൻ്റെ മകളെ രക്ഷിക്കണം, അവളെ പിശാച് ബാധ ബാധിച്ചിരിക്കുന്നു, അവളെ നീ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഓടി വരികയാണ്. ജസ്റ്റിസ് ആർ ഭാനുമതി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ജഡ്ജി തൻ്റെ വിടവാങ്ങൽ പ്രസംഗം, തൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് വിടവാങ്ങൽ പ്രസംഗത്തിൽ ആ വ്യക്തി പറയുന്ന ഒരു ചെറിയ സംഭവമുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാൻ ക്രൈസ്തവ മതത്തെയും ക്രിസ്തുവിനെയും ഒത്തിരിയായിട്ട് വിശ്വസിക്കുന്നു. ക്രിസ്തുവും ബൈബിളുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമെന്ന്. ഒത്തിരി വ്യക്തികൾ അവിടെ കൂടിയിരിപ്പുണ്ടായിരുന്നു, ഒത്തിരി വ്യക്തികൾ. പക്ഷേ പല മതസ്ഥരുണ്ടായിരുന്നു. ഇത്രയും ഉയർന്ന ഒരു സ്ഥാനത്താണ്. എന്നിട്ടും തൻ്റെ ആ ഒരു ഔദ്യോഗിക വിടവാങ്ങൽ പ്രസംഗത്തിൽ അവൾ ഉപയോഗിച്ചത് ക്രൈസ്തവ മതത്തെയും ബൈബിളിനെയും ക്രിസ്തുവിനെയും ഒക്കെയാണ്. എന്നിട്ട് ശേഷം പറയുകയാണ്, 2-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരണപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ വളരെ പട്ടിണിയിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ അമ്മ ഓരോ ദിവസവും വളരെ കഷ്ടപ്പെട്ട് എന്നെ വളർത്തുവാനായിട്ട് പണികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ആ പണികളെല്ലാം ചെയ്ത് എന്നെ ഈ നിലയിലെത്തിച്ചപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിച്ചിരുന്നത് ബൈബിളും ബൈബിളിലെ വാക്യങ്ങളും ബൈബിളിൻ്റെ മൂല്യങ്ങളുമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സാക്ഷ്യമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒക്കെ പലപ്പോഴും നമുക്കും ആവശ്യമുള്ളത്. ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിയണം. ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ കാനാൻകാരി സ്ത്രീയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ, കാനാൻകാരി സ്ത്രീ ക്രിസ്തു കടന്നു പോവുകയാണ്, കാനാൻകാരി സ്ത്രീ പുറകെ വരുന്നു. പക്ഷേ ക്രിസ്തു ആദ്യമൊന്നും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ക്രിസ്തു അങ്ങ് കടന്നു തന്നെ പോവുകയാണ്. പക്ഷേ പിടിവാശിയോടുകൂടി കാനാൻകാരി പുറകെ തന്നെ വരികയാണ്. എനിക്കത് വേണം, എനിക്കത് കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിറകെ തന്നെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല പ്രാർത്ഥനകളും ഇങ്ങനെയായി പോകാറുണ്ട്. നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പ്രാർത്ഥന അവിടെ നിർത്തും. കർത്താവ് കേട്ടില്ല. എല്ലാ പ്രാർത്ഥനകൾക്കും നമുക്ക് ഉത്തരം കിട്ടാറില്ല. പക്ഷേ ചിലപ്പോൾ നമ്മളിങ്ങനെ പിടിവാശികളോടുകൂടി ഒന്നും പോകാറില്ല. നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ കർത്താവെ എനിക്കതൊന്ന് കിട്ടണം, കർത്താവെ എനിക്കതൊന്ന് വേണം, അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. തീഷ്ണതയോടുകൂടി കർത്താവിൻ്റെ പിന്നാലെ എനിക്കത് വേണം, എനിക്കത് തരണം, എനിക്കത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിടിവാശിയോടെ ചെല്ലാൻ നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ? ഈ കനാൻകാരി സ്ത്രീയുടെ ജീവിതത്തിൽ ആദ്യം നമ്മൾ കാണുന്ന ആ ഒരു കാര്യമാണ്, ആ ഒരു പിടിവാശിയാണ്. കർത്താവ് എനിക്ക് നീ തന്നാലേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പിടിവാശിയോടുകൂടിയുള്ള ഒരു യാത്ര. 2-ാമത്തെ ഒരു കാര്യം അവളിൽ നമ്മൾ കാണുക, അവളുടെ പ്രിയപ്പെട്ട ആ മകൾക്ക് വേണ്ടിയുള്ള അവളുടെ ഒരു യാചനയാണ്. അവളുടെ മകൾക്ക് വേണ്ടിയുള്ള ഒരു യാചന. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളും ഇതുപോലെ യാചിക്കാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യവും അതുതന്നെയാണ്. ഒരു ക്രൈസ്തവൻ മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. മറ്റുള്ളവൻ്റെ ജീവിതവും നമ്മുടെ ജീവിതം പോലെ അനുഗ്രഹീതപ്രദമാകുവാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മൾ ഈ കനാൻകാരി സ്ത്രീയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ കാണുക. അവളുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ തീഷ്ണതയും അവളുടെ ആ വിശ്വാസം, കർത്താവിൻ്റെ പിന്നാലെ പോയിട്ടും അവളുടെ ജീവിതം കർത്താവ് ആദ്യം അത് സ്വീകരിക്കുന്നില്ല. പക്ഷേ എന്നിട്ടും അവളുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. അവൾ കൂടുതൽ തീഷ്ണതയോടുകൂടി കർത്താവിൻ്റെ പക്കലേക്ക് പോവുകയാണ്. കൂടുതൽ തീഷ്ണതയോടുകൂടി കർത്താവിനോട് സംസാരിക്കുകയാണ്. എനിക്കത് കിട്ടണം, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണം, നീ കനിഞ്ഞാൽ മാത്രമേ എനിക്കത് കിട്ടുകയുള്ളൂ, കാരണം നീയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഭവിക്കുവാനും ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെന്ന് പിടിവാശിയോടുകൂടി ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം മേടിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മളൊക്കെ പല തീർത്ഥാടനങ്ങളും നടത്താറുണ്ട്, പല വഴികളിലൂടെ നമ്മൾ പോകാറുണ്ട്. എല്ലാം നമ്മൾ ചെയ്യുമ്പോഴും എല്ലാ തീർത്ഥാടനങ്ങളും നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മളുടെ തപസ്സായിട്ടുള്ള ജീവിതങ്ങൾ എല്ലാം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു പിടിവാശിയോടുകൂടി കർത്താവിൻ്റെ പിന്നാലെ പോകാറുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ തീർത്ഥാടനമൊക്കെ അവസാനിക്കുമ്പോൾ ഞാനൊരു ക്രിസ്തു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ,
ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമ്മുടെ ജീവിതം ഒന്നുകൂടെ ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് കുറവുകളുള്ളത്, എവിടെയാണ് എനിക്ക് പിടിവാശിക്ക് കുറവുള്ളത്, ഏത് സാഹചര്യത്തിലാണ് ഞാൻ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നത്. ആ സാഹചര്യങ്ങളെ മാറ്റി ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാനും ക്രിസ്തുവിനോട് കൂടുതൽ ചേരുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായുള്ള കൃപ തമ്പുരാൻ നൽകി നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.